ഒരു സാമ്പത്തിക സങ്കല്പം എന്താ പൃഥ്വി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ സിനിമയുടെ എക്കണോമിക്സ് ഒക്കെ പൃഥ്വി കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്കാർക്ക് കിട്ടുന്ന ചില സംഭവമുണ്ട്. എങ്ങനെയാണ് പൃഥ്വി മനസ്സിലാക്കിയത്? ഒരുപാട് സമ്പാദിച്ചു കൂട്ടണം, പിന്നെ കുറേ അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കണം, കുറേ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കണം, പിന്നെ അങ്ങനെ കുറേ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ പൃഥ്വി? ഇല്ല, എനിക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരു അസറ്റ് വെൽത്ത് ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു താല്പര്യമില്ല. പൃഥ്വിയിലൊരു മുതലാളിയില്ലേ? ഇല്ല 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 എൻ്റെ ഒരു ഓൺടർപ്രണർ ഉണ്ട്, മുതലാളിയില്ല. ഇല്ല എനിക്ക് ഏറ്റവും ഞാൻ ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഐഡിയൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു വീട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള വണ്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നോക്കി നടത്താൻ പറ്റും. നല്ല വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആളാണോ? അതെ. എത്ര കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കും പൃഥ്വി സാറിന് NH-ൽ? ഇവിടുത്തെ NH-ൽ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ. അതെന്താ അത്രയും കുറച്ച് ഓടിക്കുന്നത്? അത്ര മോശമായ NH ആയതുകൊണ്ടാണോ? അല്ല, അത്രയും മോശമായ NH ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല. അല്ല, ഇപ്പോൾ പൃഥ്വിരാജ് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ വീണ് കിട്ടിയ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം അറിയുമോ? പൃഥ്വി ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. പൃഥ്വി പറയുന്നു പലപ്പോഴും നമ്മുടെ മലയാളികൾ മാറാത്തതുകൊണ്ടാണ് എനിക്ക് ആൾക്കാർക്ക് ധാരണയില്ലാതെ പോകുന്നതെന്ന് പറഞ്ഞു. പൃഥ്വി ഇങ്ങനെ കുറേ കാലം കൂടി ഇതുപോലെ തുറന്നു പറച്ചിൽ കൂട്ടുകയാണെങ്കിൽ മലയാള സിനിമയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ടോ? പേടിക്കുന്നുണ്ടോ? ഞാൻ പൊട്ടിത്തെറി ഇന്നുവരെ പേടിച്ചിട്ടില്ല. ഈ പൊട്ടിത്തെറി നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആരുടെ പൊട്ടിത്തെറി നമ്മൾ പേടിക്കുന്നത്? ആരെങ്കിലും ഒരാൾ മൈക്കിളുടെ ബാക്കിൽ നിന്ന് സംസാരിക്കും, ആ പൊട്ടിത്തെറിയോ? എനിക്ക് അങ്ങനെ ആര് പൊട്ടിത്തെറിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ വ്യക്തിത്വത്തിനെ നിങ്ങൾ ഒരു വ്യക്തിത്വമായി മാത്രം കാണുക. ഞാനെന്ന് പറഞ്ഞ നടനെ എൻ്റെ വ്യക്തിത്വമായി കലർത്തി നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഞാനെന്ന് പറഞ്ഞ നടനെ എൻ്റെ സിനിമകളിലൂടെയും ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ. അല്ലാതെ പൃഥ്വിരാജ് വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് അയാളുടെ സിനിമകളെ നമുക്ക് ഇങ്ങനെ കാണാം, അത് ചെയ്യരുത്. പൃഥ്വി എപ്പോഴെങ്കിലും പൃഥ്വി ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകൻ അദ്ദേഹം ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പം പൃഥ്വിക്ക് ചെയ്യാൻ പറ്റിയില്ല, ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടോ, അത് എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ പൃഥ്വി? ഇപ്പം എനിക്കങ്ങനെ ഒന്നാമത് അങ്ങനൊരു എന്നോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ചലച്ചിത്ര രംഗത്ത് നിന്ന് എന്നോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും ഞാൻ ആ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അത് ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവർക്കറിയാം അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ അങ്ങനെ ഒരു സിനിമ ചെയ്തു തരണം, അങ്ങനെ ഞാൻ അങ്ങനെ സിനിമ ചെയ്തു കൊടുത്ത് സഹായിക്കാറില്ല. അങ്ങനത്തെ സഹായങ്ങൾ എന്നോട് ഒരുപാട് പേര് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊരു സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞ്. ഞാൻ സിനിമകൾ അതെനിക്ക് ഞാൻ എൻ്റെ തൊഴിലിനോട് ചെയ്യുന്ന ഒരു മര്യാദയില്ലായ്മയാണ്. സിനിമ സംഭവിക്കേണ്ടത് എൻ്റെ അടുത്തൊരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരിക, ആ സ്ക്രിപ്റ്റ് എനിക്ക് കൺവിൻസ്ഡ് ആയാൽ അതൊരു പ്രോജക്റ്റ് ആക്കുക, അങ്ങനെ നമുക്ക് സിനിമ ചെയ്യാം. അല്ലാതെ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു സിനിമ ചെയ്തു തരണം പൃഥ്വിരാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സിനിമ, അതെനിക്ക് പറ്റില്ല. ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പൃഥ്വി കൈലി മടക്കി കുത്തിയ ആളുടെ ഇടയിൽ തുടങ്ങിക്കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു നിമിഷം ഏതാണ്? ആരുടെ ചെല്ലുമ്പോഴാണ് പൃഥ്വി അങ്ങനെ ആവുന്നത്? വളരെ ഫ്രീ ആയിട്ട്. അതായത് ഇപ്പൊ പൃഥ്വി, എനിക്കറിയാം പൃഥ്വിയുടെ ഒറിജിനാലിറ്റി ഏതെന്ന്. പൃഥ്വി കുറച്ചുകൂടെ അങ്ങ് ഫ്ലെക്സിബിൾ ആവുന്ന ആരുടെ ചെല്ലുമ്പോഴാണ്? ഇപ്പൊ എന്റെ ചേട്ടന്റെ മക്കളുടെ ഇടയിലാണ്. ആണല്ലോ, എന്റെ കുടുംബം, എന്റെ അമ്മ, എന്റെ ചേട്ടൻ, ചേട്ടത്തിയമ്മ, അവരുടെ 2 മക്കൾ. അവർക്ക് ഈ പറയുന്ന പോലെ ഞാൻ അവരുടെ അടുത്തും സംസാരിക്കുന്നതൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. നല്ല ഭക്ഷണം കഴിക്കുമോ പൃഥ്വി? അതെ. എങ്ങനെയാ? നല്ല തീറ്റിക്കാരനാണോ? നല്ല തീറ്റിക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വെളുപ്പിനെ പോയിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ തിന്നും അറിഞ്ഞങ്ങ് തിന്നും. എനിക്ക് ഞാൻ ഈ കേരളത്തിന് പുറത്ത് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് കേരളത്തിൽ വരുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണം എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. എനിക്ക് ചോറും മീൻകറി എവിടെ പോയാലും വീട്ടിൽ അത് ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഞാൻ അളവില്ലാതെ കഴിച്ചു. അത് എന്ത് പുളി ഉപയോഗിക്കുന്ന മീൻകറിയാണ് നല്ലത്? കുടംപുളി. അല്ല, ഞാൻ ഇത് എടുത്തു ചോദിക്കാൻ കാര്യം തറിയോ, എവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, അവൾക്കൊരു മുൻധാരണ എനിക്ക് കണ്ടിട്ടില്ലാത്ത പാർട്ടി ആയിരിക്കും. അച്ഛന്റെ തറവാട് ഭാഗത്ത്, ഈ പൊന്നാനി എടപ്പാൾ ഭാഗത്ത് ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ട്, വളരെ ഇരുണ്ട ചുവപ്പ് കളറിൽ കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പൃഥ്വി സാധാരണ തമാശ സിനിമകളൊക്കെ കാണുമോ? ഈ ഹ്യൂമർ ടേസ്റ്റ് എങ്ങനെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്ന അങ്ങനത്തെ സിനിമകളാണ്. അല്ലെ, ഈ പൃഥ്വി എങ്ങനെ റിലാക്സ്ഡ് ആവുന്ന ജീവിതത്തിൽ? ഞാൻ സിനിമകൾ, അതിപ്പോൾ ഒരു കോമഡി സിനിമ കാണണമെന്നില്ല, ഒരു വളരെ സീരിയസ് ഇൻറ്റൻസ് സിനിമ കണ്ടാലും ഞാൻ റിലാക്സ്ഡ് ആവും. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, യാത്ര ചെയ്യുക, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കൊല്ലവും ഒരു എസ്കേപ്പ് ഉണ്ടാവും, എങ്ങോട്ടെങ്കിലും ഒരു 20 days ഞാൻ പോകും. ഈ കഴുത്തിലൊരു മാല കിടക്കുന്നല്ലോ, അല്ലെ പൂച്ച വല്ലതാണോ? അല്ല, ഇത് അമ്മയുടെ ഗിഫ്റ്റാണ്. അതെ. ഈ സാധാരണ ഈ പല നടന്മാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ അടുത്ത് നോക്കുമ്പോഴേ കയ്യിലൊക്കെ ഒരുപാട് മോതിരങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ആറ്റുകാല് പൂച്ചത് ഞാൻ ഇതുപോലും ഇടാറില്ല. ഞാൻ ഇന്ന് രാവിലെ വെറുതെ ഇറങ്ങി പറ്റിട്ടുണ്ട്. ഞാൻ ഓർണമെന്റ്സ് ഒന്നും ഞാൻ ഇടാറില്ല. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ഈ മോതിരവും മാലയൊക്കെ. ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഞാൻ വാച്ച് കിട്ടാറില്ല. അല്ല, കുറച്ചുകൂടെ ഈ നല്ല റോള് കിട്ടാൻ ചില സംഭവങ്ങൾ ജപിച്ചിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വാസിയാണോ എന്നുള്ളത് കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. പിന്നെ അന്ധവിശ്വാസത്തിനെ പറ്റി പറയുന്നത് വിശ്വാസമില്ലേ? വൃത്തി ഒരു ഈശ്വര വിശ്വാസിയാണ് കേട്ടുള്ളത്. അതെ, അതോ ചില ആൾക്കാർ ആരെയും എന്തെങ്കിലും ജപിച്ച് കെട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഈശ്വരൻ എന്ന് പറയുന്ന
നമുക്ക് മുകളിലൊരു ശക്തിയുണ്ട്. അവിടെ നമ്മളെല്ലാം അവിടെയാണ് നമ്മൾ സറണ്ടർ ആവുന്നത്. നമ്മൾ ഈ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അവിടെ അതെനിക്ക് ഓക്കെ, അതില്ലെങ്കിൽ പക്ഷെ ഈശ്വരൻ, ഈ അമ്പലം, ഇന്ന ദൈവം, മറ്റേ ദൈവം, ഈ പൂജ, അതിനോട് എനിക്കൊരു ഭാഗ്യ നിർഭാഗ്യങ്ങൾ വിളയുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ദൈവങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് പോകുമല്ലോ. അമ്പലത്തിൽ പോകാറുണ്ട്. അതെന്റെ ഹാബിറ്റാണ്. കാരണം അവിടെ പോകുമ്പോൾ, കാരണം ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നല്ലവരായി നിൽക്കുന്ന ഒരു ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഈ ആരാധനകളാണ്. അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവരും നല്ലവരാ, ആരും ആരോടും അവിടെ പിച്ചക്കാരെ കണ്ടാൽ പൈസ കൊടുക്കുന്നു, അവർ അർച്ചന കഴിക്കുന്നു, കാണിക്കയിടുന്നു, തൊഴുത് പ്രാർത്ഥിക്കുന്നു, എല്ലാ ദുഃഖങ്ങളും ഏറ്റുപറയുന്നു, എല്ലാവരും നല്ലവരാണ്. അതിൻ്റെ ഒരു എനർജി ആ സ്ഥലത്തിൽ എന്തായാലും കാണും. അതുപോലെ പള്ളിയാണെങ്കിലും ചേർച്ച് ആണെങ്കിലും അമ്പലമാണെങ്കിലും ആ എനർജി അവിടെ എന്തായാലും കാണും. അതുകൊണ്ട് അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എല്ലാവരും അവരുടെ ഏറ്റവും നല്ല പരിവേഷത്തിലാണല്ലോ വരുന്നത്. അതല്ലാതെ ഒരു വിഗ്രഹത്തെ കണ്ട് പ്രാർത്ഥിക്കുക, അതിനോട് എനിക്ക് അത്ര ഒരു വൃത്തിയാണ്. ഹൈടെക് ആണോ? ഇമെയിൽ നോക്കിയും ട്വിറ്ററിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടു. ഇമെയിൽ നോക്കുന്നതും ട്വിറ്ററിൽ പോകുന്നതൊക്കെ ഹൈടെക് ആണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിലപ്പുറം പോയി കാര്യങ്ങൾ. പിന്നെ അതൊക്കെ ഇപ്പൊ ബേസിക് ആണ്. അല്ല, പൃഥ്വിയുടെ ഹൈടെക്കിൽ വരുന്ന 1-2 കാര്യങ്ങളൊന്നും പറഞ്ഞു പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി. ഓഫ് കോഴ്സ് എനിക്കൊരു മാക് ഉണ്ട്. ആ മാക് ഇസ് ഓൾവേസ് ഇൻ വൈഫൈ. അത് ത്രൂ ഔട്ട് ഇന്റർനെറ്റിലായിരിക്കും. എൻ്റെ ഒരു ബ്ലാക്ക്ബെറി സ്മാർട്ട് ഫോൺ ഉണ്ട്, അതും ത്രൂ ഔട്ട് ഇന്റർനെറ്റിലുണ്ടാവും. ഞാൻ ട്വിറ്ററിലുണ്ട്. ട്വിറ്ററിൽ എനിക്ക് lionheart_PS എന്ന് പറയുന്ന ID ഞാനാണ്. അവിടെ ഞാൻ എൻ്റെ ഇന്റർനെറ്റ് പ്രേക്ഷകരുമായി ഞാൻ നിരന്തരം സമ്പർക്കം പുലർത്താറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ടെക്നോളജി ഇന്റർഫേസ് എന്ന് പറയുന്നത്. മലയാളികളല്ലാതെ വല്ല മദാമോരെ വല്ല കമ്പനി കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അല്ല, ഞാൻ ചോദിച്ചത് ഒരു പ്രണയിനിയായിട്ട് നിർത്താൻ പറ്റുന്ന മദാമോരായിട്ടും കമ്പനി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പ്രണയിക്കാൻ ഒരു മലയാളി അല്ലാത്തൊരു കുട്ടിയെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഈ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഞാൻ ചുമ്മാ എൻ്റെ ഒരു അറിവുകേട് കൊണ്ട് ചോദിക്കുകയാണ്, ഈ വളരെ മധുരതരമായി സംസാരിക്കാൻ പറ്റുന്ന ആളാണോ പൃഥ്വി? അത് അറിവുകേടല്ല, അറിവിൻ്റെ കൂടുതൽ കാരണം ചോദിച്ച ചോദ്യമാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ അങ്ങനെ ഭയങ്കരമായ ഒരു കാൻഡി ഫ്ലോസ് സംസാരത്തിന് കഴിവുള്ള ഒരാളല്ല. എന്റെ ചേട്ടൻ അതിന് മിടുക്കനാണ്. ആ ചേട്ടൻ മിടുക്കനാണ്. ചേട്ടൻ പുള്ളി കൂടുതൽ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ചേട്ടൻ ഭയങ്കര മിടുക്കനാണ്. ചേട്ടൻ ഈ നല്ല ഒന്നാമത് ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. വൃത്തിയേക്കാളും സംശയമുണ്ടോ? അയ്യോ, ചേട്ടൻ ഭയങ്കരമായിട്ട്, എനിക്ക് തന്നെ ചേട്ടൻ പെരുമാറുന്ന കണ്ടാൽ അറിയാം ഒരു പെൺകുട്ടിക്ക് ഇന്ദ്രജിത്തിനെ കണ്ടാൽ ഇഷ്ടം തോന്നിപ്പോകുന്നു. കാരണം ഭയങ്കര ഒരു സോഫ്റ്റ് സ്പോക്കൺ, റൊമാൻറ്റിക്, ലൈറ്റ് ഹാർട്ടഡ്, കള്ളച്ചിരിയുണ്ട്. അത് മാത്രമാണ് ആയുധം. അല്ല, ഈ കള്ളച്ചിരിയിൽ ഒരുവിധമുള്ള പെൺകുട്ടികൾ മൂടായി പോകുന്ന എനിക്ക് തോന്നുന്നത്. ആണോ? അല്ല, പൃഥ്വി എനിക്ക് അങ്ങനത്തെ പെൺകുട്ടികൾ ഒരുപാട് പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലേ? അല്ല, പൃഥ്വി അങ്ങോട്ട് സംസാരിക്കാൻ വൈമുഖ്യമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മധുരതരമായി സംസാരിച്ച മൊഴികൾ വന്നാൽ സ്വീകാര്യമാണ്. കുഴപ്പമൊന്നുമില്ല. പൃഥ്വിയിലെ കുട്ടിത്തം അകാലത്തിലെ കൈമോശം വന്നു പോയോ? എനിക്ക് മതത്തിൽ വിശ്വാസമില്ല. ഇത് രണ്ടും എന്നിലേക്ക് വരാനൊരു വലിയ കാരണം.